ഇന്നത്തോടെ ആര്യൻ ഇവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ടാസ്കില്ല ഇതല്ല, ആ നമ്മൾ ഓവറായിട്ട് സംസാരിച്ചില്ലേ, അതിൽ പറ്റിയിട്ടുള്ള അബദ്ധമാണ്. നമുക്ക് കോൺഫിഡൻസ് ആവാം, ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല. ഓവർ കോൺഫിഡൻസ് മാത്രമല്ല ആര്യന്റെ കുഴപ്പം. ആര്യന്റെ കുഴപ്പം എന്താണെന്നറിയോ, ബാക്കിയുള്ളവരെയും കൂടി കുറച്ച് കാണാം. ഇന്ന് അബി വന്നിട്ട് കുറച്ച് പേര് പറഞ്ഞപ്പം ആര്യൻ എന്തിനാ ചിരിച്ചത്? ബാക്കിയുള്ളവരൊന്നും കളിക്കാൻ കൊള്ളില്ല, എന്നെ കൊണ്ടും ജസലിനും മാത്രമേ പണിപ്പുരേ പോകാൻ പറ്റുള്ളൂ, അക്ബർ ഉണ്ട് കുറച്ച്. ആ ധാരണ തന്നെ തെറ്റാണ്. ഇന്ന് മനസ്സിലായല്ലോ, ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാത്രമല്ല, മെന്റൽ സ്ട്രെങ്ത്തും മെന്റലി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കളിക്കാം എന്നുള്ളതും കൂടിയാണത്. അത് പ്രൂവ് ചെയ്ത ഒരാളുണ്ട് അവിടെ, അനീഷ്. കൃത്യമായിട്ട് ടാസ്ക് മനസ്സിലാക്കി കളിച്ച ഒരാളാണ് അവിടെ ആ ഗ്രൂപ്പിൽ. അത് ലാസ്റ്റ് ബിന്നിക്കും നമ്മുടെ ആദില നോറയ്ക്കും മനസ്സിലായിട്ടുണ്ടത്. അത് കറക്റ്റാണ്. അനീഷാണ് അവിടെ കൃത്യമായിട്ട് ടാസ്ക് മനസ്സിലാക്കി കളിച്ചത്. ആദ്യത്തെ ടാസ്കിൽ അബദ്ധം പറ്റിയപ്പോ മനസ്സിലായില്ലേ രണ്ടാമത്തെ ടാസ്കിൽ എങ്ങനെ കളിക്കണം എന്ന്? ബിഗ് ബോസിന്റെ ഗെയിം നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് ബിഗ് ബോസ്. ഈ തവണത്തെ ബിഗ് ബോസ് ഉണ്ടല്ലോ, അടിപൊളിയാണ്, ഒരു ഡൗട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ദിവ്യ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് രസമല്ലേ? ഓക്കെ, അപ്പോൾ കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഡേ 17 ആണ് കേട്ടോ. ഡേ 17 ആയിട്ടുള്ളൂ. അപ്പോഴേ ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഫാമിലി വീക്ക് വരുന്നത്? ഫാമിലി വീക്ക് ഞാൻ കേട്ടപ്പോൾ ഞാൻ എന്താ പറ്റും, ഇവരെന്താ ഈ ഫാമിലി വീക്ക്? അതും 3 പേർക്ക് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിൽ ഗെയിം കളിച്ചു അല്ലേ ബിഗ് ബോസ്. അപ്പൊ ടാസ്ക് 3 ആണ്. നമുക്ക് ടാസ്ക് തൊട്ട് തുടങ്ങാം. ഇന്നത്തെ മെയിൻ സംഭവം ഒരു ത്യാഗിയെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു എല്ലാവരും ത്യാഗിയെ സെലക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. എന്നിട്ട് ഇവർ ലോട്ട് ഇടുന്നു. അങ്ങനെ ഒരിക്കലും ബിഗ് ബോസ് സമ്മതിക്കില്ല. എഴുതാൻ പോലും സമ്മതിക്കില്ല, പേന പെൻസിൽ ഒന്നും സമ്മതിക്കും, പേപ്പർ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ലോട്ടൊക്കെ എടുത്ത് ഒരാളെ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് പോട്ടെ. അപ്പം ആദില നൂറേനെ എടുത്തു അവര്. ഓക്കെ, അവർ രണ്ടുപേരും പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ടാസ്ക് എന്നാണ്, അവർക്ക് ആദ്യം പറഞ്ഞു 750 പോയിന്റ്സിലാണ് അവർക്ക് ടാസ്ക് കേട്ടോ. അപ്പൊ ഈ ടാസ്കിൽ അവർക്ക് ആദ്യം കൊടുത്തു എന്താണ്, ഫാമിലി വീക്ക് വരുന്നുണ്ടെന്നൊരു ക്ലൂ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി 3 ആൾക്കാരുടെ ഫാമിലി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇങ്ങോട്ട് വരാൻ. എന്തായാലും വരണം, എന്തായാലും അവർ വരണം എന്നുള്ളത് ഉറപ്പായിട്ട്. അപ്പോൾ അവർ സെലക്ട് ചെയ്ത് ശരത്ത്, ഫാത്തിമ, രേണുവിനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇവർ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അവർക്കൊക്കെ. എല്ലാവരും ഭയങ്കര എന്താണ്, നന്മ മനസ്സുള്ളവരാണല്ലോ. ഭയങ്കര സന്തുഷ്ട കുടുംബമാണ്. അപ്പം അവർക്കൊക്കെ ഭയങ്കര കാരണം 17 ദിവസമായിട്ടുള്ളൂ. അപ്പൊ എവിടെ കോമ്പറ്റീഷൻ വന്നിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ നന്മ മരം കളിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും സന്തോഷം, ഫാമിലി വരണം എന്ന് എല്ലാവരും ക്ലാപ്പ് അടിച്ച് പാസ്സാക്കി. എന്നിട്ട് ഇവർ പുറത്ത് പോയിട്ട് 750 പോയിന്റ്സ് കളഞ്ഞിട്ട് ഇവർ അതന്നെ എടുത്തു. ഓക്കെ, ഫാമിലി വീക്ക്. ഒരു ക്വസ്റ്റ്യൻ ബിഗ് ബോസിനോട് ചോദിക്കാം. 17 ദിവസമായിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് എല്ലാവരുടെയും വരുന്നുണ്ടോ, അല്ലെ ഈ 3 പേരുടെ മാത്രം വരുള്ളൂ, അതും കൂടി ചോദിച്ചില്ല. അന്ന് അങ്ങോട്ട് അത് കളഞ്ഞു അല്ലേ. ആ 750 പോയിന്റ്സ് അവർ അങ്ങനെ തന്നെ ബിഗ് ബോസിന് കൊടുത്തു. ബിഗ് ബോസ് പല പ്രാവശ്യം ലൈവില് ചെറിയ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി വരുന്ന ടാസ്ക് ഭയങ്കര കഠിനമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴെങ്കിലും ചിന്തിക്കണ്ടേ. അവരങ്ങ് ഇപ്പോഴും ലൈറ്റ് ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ ബിഗ് ബോസിനെ. ശരിക്കും പറഞ്ഞാൽ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഈ ടാസ്കോടെങ്കിലും ഇവർ മനസ്സിലാക്കണം ഇനി ബിഗ് ബോസ് ഗെയിം ഇങ്ങനെ കളിക്കണം എന്നുള്ളത്. കഴിഞ്ഞ സീസൺ കണ്ടു വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവില്ല കേട്ടോ. കുറച്ചൊക്കെ ഹിന്ദി സീസണിൽ ഇവർ എടുത്തിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയില്ല. ഹിന്ദിയുടെ അത്ര സാക്രിഫൈസിങ് ടാസ്ക് ഒന്നും അല്ല, പക്ഷെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മലയാളത്തിൽ. നല്ലൊരു മൂവാന്നേ ഞാൻ പറയുള്ളൂ. അത് തുടക്കം എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ പതുക്കെ കയറാം. നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോഴല്ലോ നമുക്ക് അങ്ങോട്ട് ഷോക്കായി പോകും. നമ്മുടെ ഓഡിയൻസിന് അത് ശീലമില്ല. അപ്പൊ നന്നായിട്ടുണ്ട്. ഇന്നത്തെ ടാസ്കോടെ അവർക്ക് മനസ്സിലാവണം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കണേന്നുള്ളൊരു ഐഡിയ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അവർക്ക് ആ പോയിന്റ്സ് പോയി. ഇനി ബാക്കിയുള്ളത് 1250, അത് 1250 പോയിന്റ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. അതിന് ഇനി ടാസ്കുകൾ വരും എന്ന് പറഞ്ഞപ്പോ അവർ ഓക്കെ, ഹാപ്പി, ഭയങ്കര ഹാപ്പി. രനയൊക്കെ അവിടെ കരയുന്നുണ്ടായിരുന്നു. എന്തിനാണ് 17 ദിവസമായിട്ടുള്ളൂ. അപ്പേക്കും അറിഞ്ഞൂടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മാത്രമല്ല, ഫാമിലിക്ക് ഇപ്പൊ എല്ലാവരുടെയും വന്നിട്ട് നമുക്ക് കണക്ട് ആവില്ല. ഓഡിയൻസ് ആയി നമുക്ക് എങ്ങനെയാണ് കണക്ട് ആവുന്നത്, ലാസ്റ്റ് വരുന്ന ടോപ്പ് 5 ടോപ്പ് 6 ടോപ്പ് 7 എന്താന്ന് വെച്ചാൽ അവരുടെ ഫാമിലി വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെ അറിയാനും. അവർ ഓൾറെഡി നമുക്ക് അറിയാം, അപ്പൊ അവരുടെ ഫാമിലിയെ കൂടി അറിയാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലാതെ എന്തിനാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ ഫാമിലി വന്നു പോയാൽ നമ്മൾ മറന്നു പോകും.
പിന്നെ സീസൺ 2 ആകുമ്പോൾ ആരൊക്കെ എന്ത് വന്നു, ആരുടെ ഫാമിലി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ബിഗ് ബോസ് ചെലവാക്കിയ പൈസ വേറെ ആ വഴിക്ക് പോകും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ആലോചിച്ചു ഈ ബിഗ് ബോസ് എന്താ കുളമാക്കാണോ എന്നുള്ള തോന്നലാണ് ഞാൻ ഇരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക് 4 വന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്, നിങ്ങൾ മണ്ടത്തരം കാണിച്ചു. അപ്പൊ ഓക്കെ, എന്തോ ഒന്ന് വരുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് 10th വീക്കിലും 11th വീക്കിലും നടക്കാതിരിക്കുന്ന സംഭവത്തിന് നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് എന്തിനാന്ന് ഒരു ക്വസ്റ്റ്യൻ. അതന്നെ, ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചു. ഞാൻ അപ്പം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇത് 3 പേർക്ക് സമ്മതിക്കുള്ളൂ, അല്ലെ എല്ലാവർക്കും വരുമോ? ഇവരങ്ങനെ എല്ലാവർക്കും ആണെന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് ഇപ്പൊ തന്നെ വരും, അതിൽ 3 പേര് എന്തായാലും വരണമേ, അല്ലെങ്കിൽ അവരുടെ മാത്രം വരാതെ ആയി കഴിഞ്ഞാൽ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല കേട്ടോ ആ പോയിന്റ് എന്നുള്ള രീതിയിൽ അവര് ഫാമിലി വീക്കിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ആലോചിച്ചത് എന്താണ് ഇവര് ചിന്തിക്കുന്നില്ലേ, ഇപ്പൊ ഇങ്ങനെ വരുമോ, ഇതൊക്കെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. നല്ലൊരു ട്രിക്കായിരുന്നു ബിഗ് ബോസിന്റെ. അപ്പോഴാണ് ഈ പൊട്ടിക്കല്, അതായത് ഇപ്പോഴത്തേക്ക് അപ്പുറത്തേക്കുള്ള ഇപ്പൊ പറയുന്നത് എന്താ, നിങ്ങളൊക്കെ ഉണ്ടാവും തന്നെ ആർക്കറിയാം. ഈ പറഞ്ഞ ശരത്ത്, രേണു ഉണ്ടാവോ ആ സമയത്ത്, ആർക്കറിയാം. അതുപോലും ഉറപ്പില്ലാതെ അവർ ആ 750 പോയിന്റ്സ് അല്ലെങ്കിൽ കളഞ്ഞിട്ടു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ പൊന്നെ, പൂമ്പാറ്റകളിലൊക്കെ മുഖം ചുങ്ങിപ്പോയി, ലൈക്ക് ചെറുതായി. എല്ലാരും അയ്യടാ എന്നായിപ്പോയി. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. അത് ബിഗ് ബോസ് പറഞ്ഞു തന്ന പോയിന്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ടാസ്ക് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവരോട് ധൈര്യശാലിയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞു 3 പേരും. ആരായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു ടാസ്ക് വന്ന ആരായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ സെലക്ട് ചെയ്യുക? ടാസ്ക് വന്ന അവർ സെലക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഫോർ ഷുവർ ആരുണ്ടാവും? ജിസേലിനും ഉണ്ടാവും, ആര്യനും ഉണ്ടാവും അല്ലെ. ഒരു ബൈ ചാൻസ് വന്നു ഇതാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഈ ജിസേൽ ആര്യനെ എപ്പോഴെപ്പോഴും ജിസേൽ ആര്യനെ പറയുന്നത് പലർക്കും അവിടെ ഇഷ്ടമല്ല. ഒന്നാമത്തെ അബിക്ക് ഇഷ്ടമല്ല, അത് അവിടെ കാണാനുണ്ടായിരുന്നു. മാത്രല്ല ആര്യനൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ട്, ആര്യൻ ഭയങ്കര സ്ട്രോങ് ആണ്, ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ്, അങ്ങനെ ആ തോന്നലുണ്ടല്ലോ, അത് ആര്യന്റെ ഫേസിൽ അങ്ങനെ ഉണ്ട്, എടുത്തു കാണിക്കുന്നുണ്ട്. ചെറുപ്പത്തിന്റെ ആയിരിക്കും, കൊച്ചു പയ്യനാണ്. പക്ഷെ അത് അഭിലാഷിനത് ഫീൽ ചെയ്തിട്ടാണ് അഭിലാഷ് അവിടെ ഷൗട്ട് ചെയ്തത്. മനസ്സിലായോ? അഭിലാഷ് എന്ന് പറഞ്ഞപ്പം പേര് പറഞ്ഞ വേറെ കുറച്ച് പേരുടെ പേരാണ്, അവരത്ര സ്ട്രോങ് അല്ലല്ലോ. അപ്പം എന്തിനാ ആരും ഒരു പുഞ്ചിരി ചിരിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പരിഹാസം പോലെ അഭിലാഷിന് തോന്നിയതുകൊണ്ടാണ് അഭിലാഷ് അവിടെ റിയാക്ട് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ അഭിലാഷിന്റെ മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. അതിന്റെ ഇവര് 3 പേരും പോവാണ്. പോയിട്ട് ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു? അനീഷിന് നമുക്ക് ഫസ്റ്റ് ടാസ്ക് അനീഷിനെ ആദ്യം പോയി എടുത്തോട്ടോ. അനീഷിന് പേടിയൊന്നുമില്ല. അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യൻ അവിടെ നിന്ന് പേടിയില്ല, പേടിയുണ്ടെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഡയലോഗ്. ഹിസ് ടു എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആര്യൻ. അപ്പം അനീഷ് പറഞ്ഞു ടാസ്ക് എടുത്തു. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇപ്പം മുതൽ സീസൺ എൻഡ് വരെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഇപ്പം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുതൽ അങ്ങനെയാണ് ബിഗ് ബോസ് ടാസ്ക്. ആ ക്ലൂന്ന് പിടിക്കണം. നിങ്ങൾക്ക് ബ്ലെസ്ലി ഓർമ്മയുണ്ടോ? നിങ്ങൾ സീസൺ 4 കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ബ്ലെസ്ലി ഓർമ്മയുണ്ടാവും. ഒരു ആപ്പിൾ കഴിച്ചിട്ട് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? വണ്ണം കുറയുന്ന കൂട്ടാൻ പറ്റുന്നൊരു ടാസ്ക് പോലെ വന്നിട്ട് വീട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ബ്ലെസ്ലി അതിൽ ഹീറോ ആയി വന്നത്. അതുപോലെയാണ് എനിക്ക് ഇന്ന് അനീഷിന് തോന്നിയിട്ട്. ശരിക്കും പറയാം, അനീഷ് അപ്പൊ അത് കറക്റ്റായിട്ട് ആ ഇപ്പം മുതൽ എന്നുള്ള ആ ഒരു ഫ്രേസ് പിടിച്ചിട്ട് അനീഷിന് മനസ്സിലായി. കാരണം അറിയോ, കഴിഞ്ഞ ടാസ്കിൽ പണി കിട്ടിയിട്ടിരിക്കുവാണ്, അപ്പോഴെങ്കിലും അനീഷിന് ക്ലിക്കായി കാണും. അപ്പൊ അനീഷ് അതെടുത്തിട്ട് പിന്നെ അനീഷ് മിണ്ടിയിട്ടില്ല, ഒരു വാക്ക് അനീഷ് മിണ്ടിയിട്ടില്ല. ആ ടാസ്കിന് പിടിച്ചിട്ട് അവൻ നിൽക്കാണ്. ബിഗ് ബോസ് എത്ര പ്രാവശ്യം ശ്രമിച്ചു അനീഷിനെ സംസാരിക്കാം, പക്ഷെ അനീഷ് ചെയ്തില്ല. അനീഷ് പറഞ്ഞു, അനീഷിന്റെ ചിന്താഗതി ശരിക്കും പറഞ്ഞാൽ കറക്റ്റാണ്. ഇനിയിപ്പൊ ഞാൻ സംസാരിച്ചിട്ട് പോയിന്റ് പോയി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവില്ല, അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കാന്നുള്ളത് ആ പുള്ളിക്കാരൻ തോന്നിക്കാണും. ബിഗ് ബോസ് പഴയ ബിഗ് ബോസ് അല്ല, വേറെ ബിഗ് ബോസ് ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരൻ മിണ്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ടാസ്ക് കഴിയുന്നവരെ പുള്ളിക്കാരൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി ആര്യനെ കിട്ടിയത് ഒരു ജ്യൂസ് കുടിക്കാനാണ്. ഓക്കെ, ആ ജ്യൂസ് സാധാ ജ്യൂസായിരുന്നു. ഓക്കെ, പക്ഷെ ജിസലിന് കിട്ടിയത് മുണ്ടനം ചെയ്യാനാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ തലയിൽ മുണ്ടൻ ചെയ്യണം, അങ്ങനെയാണ് അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ എന്നുള്ള ആ ഒരു ഫ്രേസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അതാണ് ടാസ്ക്. പിന്നെ അപ്പൊ പറയാലോ, അപ്പോൾ ജിസൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ആര്യനോട്, ആര്യൻ ഇത് എടുക്കുക, എന്നിട്ട് ഞാൻ അതെടുക്കാം. ആര്യന് മുണ്ടനം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ആർക്കായാലും അത് നമുക്ക് തോന്നും, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് തോന്നും. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ. അപ്പൊ ആര്യൻ അത് പറഞ്ഞാൽ മതി. പക്ഷെ ആര്യൻ അവിടെ ഒരു ഹീറോ പരിവേഷം വേണമല്ലോ. ഹി വാണ്ട്സ് ടു ബി എ ഹീറോ ഓൾസോ. അതാണ് ആര്യന്റെ പ്രശ്നം.
ആര്യന് ഞാൻ അനീഷിന്റെ അടുത്തേക്ക് പോകുന്നു, അനീഷിന് അത് ചെയ്യാം, അനീഷിന് ചെയ്യാം. എന്തിനാണ് അനീഷിന് ചെയ്യാന്ന് പറയുന്നത്? ആര്യന് ധൈര്യത്തോടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാലും അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത്രയും വരെയൊന്നും നമ്മുടെ ബിഗ് ബോസ് മലയാളം പോവോ? എനിക്ക് തോന്നുന്നില്ല. അത് വേറെ വേറെ ആൾക്കാർ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയിട്ടില്ല. ഹിന്ദിയിലൊക്കെ അവർ ചെയ്യുകയും ചെയ്യും വേണമെങ്കിൽ. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് എന്താണെന്നറിയോ, അവിടെ ബിഗ് ബോസിൽ എന്ത് ചെയ്താലും അവർക്ക് അവിടെ വർക്ക് കിട്ടും. അവർക്ക് നല്ല അത് കഴിഞ്ഞ് അവർ ഹൈറ്റിൽ എത്തുന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. സീരിയൽസ് ആയാലും ഫിലിം ആയാലും എവിടെയെങ്കിലൊക്കെ അവർ കയറി പറ്റും. അതുകൊണ്ട് അവർ എന്ത് വേണമെങ്കിൽ ബിഗ് ബോസിന് ചെയ്യും കേട്ടോ. അവിടെ ഒരു മടിയുമില്ല. അവിടെ കണ്ടസ്റ്റൻസ് ഭയങ്കര ബോൾഡായിട്ടാണ് അവർ ചെയ്യുക. അങ്ങനത്തെ ടാസ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഉണ്ട് അവരെല്ലാം കൊണ്ടിടും. അവരുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ കൊടുക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ ഒരുപാട് അനീതിയൊന്നും കാണിക്കില്ല. അവർക്ക് ആ ഷോ കൊണ്ടു നടക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അത് ഓർത്തിട്ടെങ്കിലും ഒരു ഗെയിം രീതിയിലെങ്കിലും കളിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ ആ ഒരു ശക്തി ഉണ്ടല്ലോ, നമ്മുടെ ആത്മവിശ്വാസവും ആ ധൈര്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആര്യന് അവിടെ പറ്റില്ല, ജിസലിന് പറ്റില്ല. ജിസലിന് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഫോർ ഷുവർ എനിക്ക് പറ്റില്ല. മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല, ലിപ്സ്റ്റിക് പോലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്ത ജിസയിലാണോ മുടി സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അത് ഒരിക്കലും പറ്റില്ല. അപ്പം ജിസയിൽ പറഞ്ഞു നോ, അത് പറ്റില്ല. അപ്പൊ ആര്യൻ പറഞ്ഞു ഇല്ല എനിക്കും പറ്റൂല. ആര്യൻ പറയുന്ന പ്രോബ്ലം എന്താണെന്നറിയോ? ആര്യൻ പറയാം എനിക്ക് പറ്റില്ല, എനിക്കത് ഭയങ്കര വിഷമമാവും, എനിക്ക് പിന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ തന്നെ എനിക്ക് കണ്ണാടി നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. സമ്മതിച്ചു, നോ പ്രോബ്ലം. പക്ഷെ ആര്യം പറയുന്ന പോയിന്റ് ആണ് അവിടെ പ്രശ്നം. ആര്യം പറഞ്ഞു 1000 പോയിന്റിന് വേണ്ടി ഞാൻ മുടി മുറിക്കണോ? അന്ന് കുറച്ച് കൂടി തന്നാൽ ഞാൻ മുടി മുറിച്ചേക്കാം. പിന്നെ എനിക്ക് മുടി മുറിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അച്ഛൻ ഒക്കെ മരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളൊക്കെ മുണ്ടനം ചെയ്യുക. അപ്പം അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു കുറച്ച് പൈസ കൂടുതലുള്ള കുറച്ച് പോയിന്റ്സ് കൂടുതലുള്ളതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ആര്യൻ തന്നെയാണ് പറയുന്നത്. ആര്യൻ കുറച്ച് കഴിയുമ്പോൾ ആര്യന് ഇത് പുറത്തു വരുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അവിടെയാണ് ആര്യന് പറ്റുന്ന പ്രശ്നം. ജസ്റ്റിഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ തെറ്റാണ്. എല്ലായിടത്തും കുറെ പ്രശ്നങ്ങൾ ആര്യൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അക്ബർ വന്നിട്ട് ആര്യനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും ഡിസിഷൻ ആവാത്തപ്പോഴാണ് ബിഗ് ബോസ് പുറത്തുനിന്ന് അവരെ വിളിച്ച് അകത്ത് കയറ്റുന്നത്. ഓക്കെ, സീൻ വേണമല്ലോ, കണ്ടന്റ് മൊത്തം ബിഗ് ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കയറ്റി അകത്ത് കയറി കഴിഞ്ഞ ശേഷം, അതായത് ക്ലാസ് റൂമിന്റെ അകത്ത് കയറി കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ അനീഷും ആര്യൻ ഡിസൈഡ് ചെയ്തിട്ട് ഒരാൾ ചെയ്യൂ എന്നാണ് അഭിലാഷ് പറയുന്നത്. അഭിലാഷിന് ദേഷ്യമാണ്. കാരണം വെച്ചാൽ അഭിലാഷിന് അറിയാം ഇവരെ മാത്രം സെലക്ട് ചെയ്യുന്നു, അഭിലാഷിന് പോകാൻ പറ്റുന്നില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ അഭിലാഷിനുള്ളതുകൊണ്ടാണ് അഭിലാഷിനോട് ദേഷ്യം. പിന്നെ അഭിലാഷിന് 1000 പോയിന്റ് വേണം. ഇവര് പറഞ്ഞിട്ട് പോയതാണ്, ഞങ്ങൾ ചെയ്യും, എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്തിരിക്കും, ധൈര്യശാലികളെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ ആയിക്കൂടെ ചെയ്തത് അനീഷാണ്. എനിക്ക് തോന്നുന്നു അനീഷിനാണ് ഈ ടാസ്ക് കിട്ടിയെങ്കിൽ അനീഷ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. എനിക്ക് അനീഷ് ചെയ്യും എന്നാണ് തോന്നുന്നത്. അനീഷിന് അതൊരു പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അനീഷ് കറക്റ്റായിട്ടാണ് ചെയ്തത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചെയ്യത്തില്ല. എസ്പെഷ്യലി ഇപ്പൊ ജിസിലാണ് അത് എസ് പറയുന്നെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതൊരു ഇപ്പൊ ഷാരികയും ഒനിയിലും പുറത്തു പോയിട്ട് എന്തെങ്കിലും പറ്റിയോ? തിരിച്ചു വന്നില്ലേ? അതുപോലെ തന്നെ ചെറിയൊരു രീതിയിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവരും, അത്ര തന്നെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാണ്, ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ് ബിഗ് ബോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ അഭിലാഷിന് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിലാണ് അഭിലാഷ് നിൽക്കുന്നത്. അപ്പം ഈ അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ ആണെങ്കിൽ, അതായത് ആര്യന്റെ ഭാഗത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്താനേന്ന് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ അക്ബർ കുറച്ച് എന്തോ തട്ടിപ്പ് ആര്യൻ അതങ്ങ് ഫീൽ ചെയ്തു. കാരണം ആര്യൻ ഓൾറെഡി അവിടെ ടെൻഷനിൽ നിൽക്കുക. അപ്പൊ അക്ബർ ഒന്ന് തട്ടിപ്പം ആര്യൻ ആ ഒരു റിയാക്ഷൻ, എന്നെ എന്തിനാ അടിക്കുന്നതെന്നുള്ള റിയാക്ഷൻ വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അക്ബറിന് അത് അക്ബറിന് പിന്നെ ഈഗോ ക്ലാഷ് ആണല്ലോ. അതുകൊണ്ട് അക്ബറിന് അവിടെ ഫീൽ ആയിട്ട് പിന്നെ അക്ബറിന് ആര്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ചു നിന്ന് ഒന്നും മിണ്ടാതൊക്കെ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അവസാനം ആര്യൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് എല്ലാവരും കൺവിൻസ് ചെയ്ത് പുള്ളിക്കാരൻ ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് മുടി പിടിക്കണം. അപ്പൊ എല്ലാവരും പറഞ്ഞു എന്നാ വേണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞ അവസാനം എല്ലാവരും സമ്മതിച്ച് അത് ടാസ്ക് നടന്നില്ല, അത് റദ്ദാക്കുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് 8 പേര് പറഞ്ഞു ഓക്കെ വേണ്ട. അപ്പം മെജോറിറ്റി എന്ന് പറഞ്ഞിട്ട് ആര്യൻ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തു വന്നു. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ ഫൈൻ. ഇതെല്ലാം കഴിഞ്ഞ് 3 പേരും പുറത്തു വന്ന ശേഷം അവർ പറഞ്ഞു ഓക്കെ ഈ ടാസ്ക് കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ ഒന്നുമില്ലല്ലോ, അപ്പൊ 3 പേരും ചെയ്താലേ അത് നടക്കുള്ളൂ, അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അനീഷ് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അക്ബർ ചെയ്ത കാര്യം ഞാൻ ഇത് കുറെ പ്രാവശ്യമായി പറയുന്നു, എല്ലാ എപ്പിസോഡിലും അക്ബർ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത്. ഇത്
അനുവദിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ഹൗസിൽ വളരെ മോശമായിട്ടാണ് അക്ബർ ചെയ്തത്. എന്താണ് വലിച്ചെറിയുക. അക്ബറും ശരത്തും, എനിക്ക് രണ്ടുപേരും പറയണം. രണ്ടുപേരും അക്ബറും അഭിലാഷും കുറച്ച് ചെന്നായിരുന്നു, പക്ഷെ ഇത്ര വയലന്റ് ആയോന്ന് വെച്ചാൽ ഇല്ല. അക്ബറും ശരത്തും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് ഇന്ന് അനീഷിനോട് മാത്രമല്ല, രാവിലെ അനുമോളോടും പെരുമാറിയത് വളരെ മോശമായിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട് അനുമോളോട് എന്തിനാണ് മേത്തേക്ക് ചാടി കയറുന്നത്? ചാടി കയറി സംസാരിക്കുന്നത് എന്തിനാണ്? അകലിൽ നിന്ന് സംസാരിച്ചൂടെ? അക്ബർ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല. ഇത് നല്ലതിനല്ല. അക്ബർ നല്ലൊരു ഗെയിമറാണ്. ഗെയിമറിന്റെ ഭാഗത്തു നിന്നല്ല ഞാൻ ഈ പറയുന്നത്. ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ബിഗ് ബോസിനും ഒന്നിനും ചേർന്നൊരു രീതിയല്ല. നമുക്ക് അത്രയ്ക്ക് അഗ്രസീവ്നെസ് പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസിലും നടക്കും. ഹിന്ദിയിലൊക്കെ അവർ പിന്നെയും കാണിക്കും, അവർ അടിച്ചിട്ടൊക്കെ ഉണ്ട്, അടിച്ചിട്ട് അകത്ത് കയറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ മലയാളം നമ്മുടെ ഓഡിയൻസ്, നമ്മൾ ആസ് എ ഓഡിയൻസ് നമുക്കത് ഇഷ്ടമല്ല, അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ രീതിയിൽ. അപ്പൊ അക്ബറിന് എനിക്ക് അറിഞ്ഞൂടാ, ഈ തവണ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് അക്ബറിന് സോറി പറയാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പം അറിയാലോ, വീക്കെൻഡ് അക്ബറിന് എന്തായാലും പറയും, ഉറപ്പാണ് കേട്ടോ. കാരണം ഒരാഴ്ചയല്ല, ചെറിയ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഉണ്ട്. ഞാൻ പിന്നെ എടുത്ത് പറയാത്ത മടുത്തു പറഞ്ഞു എന്തെങ്കിലും അക്ബറെ ഒപ്പിക്കുന്നുണ്ട്. ശരത്തും ഒരു രക്ഷയില്ല. അപ്പൊ ഇന്ന് ശരത്തും അക്ബറും എന്തൊക്കെയോ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ലൈവില്. ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ അനീഷിനെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്, അത് ടാസ്ക് ലെറ്റർ നിങ്ങൾ നന്നായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. അത് കറക്റ്റാണ്. അനീഷ് പറഞ്ഞത് കറക്റ്റ്. അനീഷ് ഇന്ന് കറക്റ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പം അനീഷ് ചെയ്തത് കറക്റ്റാണ്, നോ ഡൗട്ട്. എനിക്കതിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബിഗ് ബോസ് എന്നുള്ള കണ്ടസ്റ്റന്റ് എന്നുള്ള അനീഷ് ഒരു നല്ല ഗെയിമറാണ്. അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ ഷാനവാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒനിയിലൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. അതാണ് നമ്മൾ ഈ ടീം കളിക്കുന്നതിനും കുഴപ്പമില്ല, സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയാണ് ഒരു ഗെയിം. അതാണല്ലോ ഒരു ഗെയിം, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഗെയിം? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരത്ത് വന്നിട്ട് നമ്മുടെ ആര്യനോട് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആര്യനോട് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തിരുന്നെങ്കിൽ എങ്ങാനും നീ എസ് പറഞ്ഞ് നീ ഹീറോ ആയാൻ. ശരിയാണ്, നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഒരു വലിയ രാജാവിനെ ജനിച്ചാനെ എന്ന്. അതിനുള്ള ചാൻസ് ആയിരുന്നു ആര്യ നീ കളഞ്ഞു പിടിച്ചത്. ശരിക്കും ഒരു ദിവസം ശരിക്കും ഉണ്ടല്ലോ, ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മതി നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ആവാനും, നെഗറ്റീവ് പോസിറ്റീവ് ആവാനും. ഇനി നാളെ പോസിറ്റീവ് ആവാം വേറൊരു സംഭവത്തില്, അനീഷ് നെഗറ്റീവ് ആവാം, അതത്രേ ഉള്ളൂ. പക്ഷെ പോകുന്ന പോക്കിൽ ഇന്നത്തെ ഇതനുസരിച്ച് ആര്യൻ നല്ല ഡൗൺഫോൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യൻ വളരെ മോശമാണ്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തോടെ അത് ഒരുപാട് ഡാമേജ് വരുത്തിയിട്ടുണ്ട് ആര്യൻ കേട്ടോ. അപ്പൊ ഇന്ന് ആര്യന്റെ ആയിരുന്നു ആര്യന്റെ കഷ്ടകാലം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പൊ ഇത്രയൊക്കെയാണ് ഉണ്ടായത്. ലാസ്റ്റ് ആയപ്പോഴാണ് ഇവര് കൺവിൻസ് ചെയ്യാനൊക്കെ അപ്പൊ ആര്യം പറഞ്ഞ കറക്റ്റാണ്. ഇവൻ ശരത്ത്, എനിക്കൊരു കാര്യം പറയാണ്, ശരത്ത് ഇതുപോലെ തന്നെ 750 പോയിന്റ്സ് പോയപ്പം ശരത്തിന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ശരത്തല്ല അവിടെ അത് പ്രശ്നമാക്കിയത്. അത് നമ്മുടെ അതില നൂറയാണ്. ശരത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷെ അത് സാക്രിഫൈസ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാതെ ഇത് ചെയ്തുകൊണ്ട് ശരത്തിന് ഇത് പറയാനുള്ളൊരു അർഹതയുണ്ടോ എന്നുള്ള ചോദ്യമാണ്, ഒരു ചോദ്യചിഹ്നം. ഓക്കെ, അത് നല്ല അനീഷിനോട് ഒച്ചെടുക്കാനും അത് പറ്റില്ല, അതിനുള്ള അർഹതയില്ല. നമ്മൾ ഓൾറെഡി ഒരു അഡ്വാൻറ്റേജ് എടുത്തിരിക്കുമ്പം അതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് മറ്റൊരാളെ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ലാസ്റ്റ് പിന്നെയും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഒരുവിധം ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ആക്ച്വലി എവ്രി വൺ ഇസ് ഇംപ്രസ്ഡ് ഓഫ് അനീഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷിന്റെ ഗെയിം നല്ലോണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അനീഷ് കളിച്ച് മുന്നേറുന്നുണ്ട്. ഈ ആഴ്ച കുറച്ചൊന്നും ഇതായിരുന്നു, പക്ഷെ ഒരു ചെറിയൊരു ഇത് മതിയല്ലോ ക്ലിക്ക് ആവാനായിട്ട്. അതന്നെ. അപ്പൊ ഇതൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.